കെ ശ്രീമതി CPM വനിതാ നേതാവാണ്. അവർക്കെതിരെ ചില കോണുകളിൽ നിന്ന് വ്യാജമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ ആ വിഷയത്തിൽ വേണമെങ്കിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മൗനം തുടരാമായിരുന്നു. എന്നാൽ കൃത്യമായ നടപടികൾ ഉറപ്പാണെന്ന് ചൂണ്ടിക്കാട്ടി കെ ശ്രീമതിയുടെ കണ്ണീർ ഒപ്പുമെന്ന് ഉറപ്പ് പറയുന്നുണ്ട് ചെന്നിത്തലയും UDF സർക്കാരും. കേസിൽ മുഖ്യമന്ത്രിക്കാണ് ശ്രീമതി പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി മുഖ്യമന്ത്രി സതീശൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറി. ചെന്നിത്തല സൈബർ സെല്ലിനോട് നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെ ശ്രീമതി കേരളത്തിലെ മികച്ച വനിതാ നേതാക്കളിൽ ഒരാളാണ്. അവരെ പൊതുമധ്യത്തിൽ അപമാനിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല. CPMകാർ അന്ധമായ രാഷ്ട്രീയ വൈരം വെച്ച് പുലർത്തുന്നവരാണ്. ഏതെങ്കിലും കോൺഗ്രസ് വനിതാ നേതാക്കൾക്കാണ് ഈ ഗതി വരുന്നതെങ്കിൽ ചിരിച്ചു തള്ളുന്ന പാരമ്പര്യമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അവിടെ വ്യത്യസ്തനാവുന്നുണ്ട് രമേശ് ചെന്നിത്തല. പരാതി ലഭിച്ച മാത്രയിൽ തന്നെ നടപടി ഉറപ്പു നൽകുന്ന ചെന്നിത്തല താൻ എന്തുകൊണ്ട് മികച്ച മന്ത്രിയാകുന്നുവെന്നുകൂടി പറയാതെ പറഞ്ഞു വെക്കുന്നു. നേരത്തെ തനിക്കെതിരെ അസംബന്ധ വാർത്തകൾ ചിലർ പ്രചരിപ്പിക്കുന്നതായി ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ ശ്രീമതി പ്രതികരിച്ചത്. തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വന്നതായി ശ്രീമതി പറയുന്നുണ്ട്. ഏതോ മുൻ MLAയുടെ ഭാര്യയായി അഭിനയിച്ച് MLA പെൻഷൻ വാങ്ങുന്നു എന്ന രീതിയിലുള്ള വ്യാജ വാർത്തകളാണ് കെ ശ്രീമതിക്ക് നേരെ എതിർവിഭാഗം പടച്ചുവിട്ടത്. പെൺകുട്ടികളാണ് വാർത്ത അവതരിപ്പിക്കുന്നത്. കേട്ടാൽ വിശ്വസിക്കുന്ന തരത്തിൽ മോശമായാണ് വാർത്ത അവതരിപ്പിക്കുന്നത്. 50 കൊല്ലമായി പൊതുപ്രവർത്തനത്തിലുണ്ട്. ആ പെൺകുട്ടികൾ ഇതേക്കുറിച്ച് ഒരു വാക്ക് ചോദിച്ചില്ല. സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുക എന്ന ദുരുദ്ദേശത്തോടെയാണ് ഇത് ചെയ്യുന്നതെന്നും കെ ശശി ഉൾപ്പെട്ട കേസിൽ തീവ്രത എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നും പറയുന്നുണ്ട് കെ ശ്രീമതി. എന്തായാലും ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടതിന്റെ ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട്. കണ്ടുനോക്കാം. നോക്കാം, പരിശോധിക്കാം എന്താണെന്നറിയില്ല. സാധാരണഗതിയിൽ അങ്ങനെ കേസ് എടുക്കാറില്ല. ഇതെന്താന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. നോക്കാം, എന്താന്ന് നോക്കാം. അത്തരം ഒരു ഹാക്കിംഗ് ഒന്നും നടക്കില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഏതായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അങ്ങനെ ആളുകളുടെ പണം ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അത്തരം നടപടികളൊന്നും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതെന്തായാലും വിശദമായ പരിശോധന പാർട്ടി നടത്തും. അക്കാര്യത്തിൽ KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം അക്കാര്യത്തെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തും. ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. അതൊക്കെ യാതൊരു വ്യക്തതയും ഇല്ലാത്ത കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി അത് SP പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താന്നുള്ളത് വിശദമായ അതറിയില്ല. എന്താന്ന് അത് റിപ്പോർട്ട് കിട്ടട്ടെ. അന്നേരം അതെ അതെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവയവ കച്ചവടം നടക്കുന്നുള്ള പരാതികൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് ഒരു SIT രൂപീകരിച്ചത്. അത് ശക്തമായി തന്നെ അതിനെ നിയന്ത്രിക്കും. ഒരു സംശയവും വേണ്ട. അങ്ങനെ ആരെങ്കിലും അതുകൊണ്ടാണ് എറണാകുളം റൂറൽ SPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഇത് വളരെ വ്യാപകമായ തോതിൽ കേരളത്തിൽ അവയവ കച്ചവടം നടക്കുന്നതായി അറിഞ്ഞതിന്റെ പേരിലും പരാതികൾ വന്നതിന്റെ പേരിലുമാണ് അത് SIT രൂപീകരിച്ചത്. SITയുടെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കും. ഇന്നലെ ഞാൻ എറണാകുളം റൂറൽ SP ആയിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഓർഡർ കിട്ടി, ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞു. അല്ല, അതെല്ലാം പരിശോധിക്കും, തീർച്ചയായിട്ടും പരിശോധിക്കും. കേരളത്തിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിന് ചില വ്യവസ്ഥാപിതമായ നടപടികളുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെ ആളുകളുടെ അവയവങ്ങൾ മോഷ്ടിച്ചു കൊടുത്ത് പണം ഉണ്ടാക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അതിനൊക്കെ നിയന്ത്രിച്ചേ മതിയാവും. അതുകൊണ്ടാണ് പരാതികൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് SIT രൂപീകരിച്ചത്. SITയുടെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കും. ശ്രീമതിക്കെതിരായിട്ടുള്ള വ്യാജ പ്രചാരണത്തിൽ ആഭ്യന്തരമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. അതിലിപ്പോൾ മൊഴിയടക്കം എടുത്തിട്ടുണ്ട്. ഇതുപോലെ സമാനമായ എല്ലാ പ്രചാരണങ്ങളിലും ആ തരത്തിലുള്ള ഇടപെടലുണ്ടാവും. കെ ശ്രീമതി ടീച്ചറുടെ പേരിൽ ഉണ്ടായ ആ ഒരു പ്രചരണം ഒട്ടും ശരിയല്ല. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ആര് നടത്തിയാലും അത് ശരിയല്ല. അത് പരാതി കിട്ടി. മുഖ്യമന്ത്രി ആ പരാതി എനിക്ക് നൽകിയിരുന്നു. അതിനുശേഷം ആ പരാതി ഞാൻ നമ്മുടെ ഈ സൈബർ സെല്ലിന്റെ IG ശ്രീ പ്രകാശിന് കൈമാറിയിട്ടുണ്ട്. പ്രകാശ് അന്വേഷിക്കട്ടെ. അത് ആര് ചെയ്താലും അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് യാതൊരു വാസ്തവമില്ലാത്ത ഒരു കാര്യത്തിനാണ് കെ ശ്രീമതി മുൻ മന്ത്രിയാണ്. അവർ സംസ്ഥാനത്തെ ഒരു വനിതാ നേതാവാണ്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവരെപ്പോലുള്ള ആളിനെ ഒരു മര്യാദയുമില്ലാതെ അപമാനിച്ചതിനാണ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് സൈബർ സെല്ല് SP കൊടുത്തത്. അതുകൊണ്ടാണ് അന്വേഷിച്ചിട്ട് ശക്തമായ നടപടി അതിലുണ്ടാകും.